മക്കളെത്തുവാ. നിക്ക്, അകത്തേക്ക് പോകാൻ വരട്ടെ. നിങ്ങൾ എന്തിനാ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. സത്യമേ, പപ്പി മോളെ കൊണ്ടുപോവാൻ. പപ്പി ഇവിടെ ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? അച്ഛ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. അപ്പോഴാ അറിഞ്ഞത് പപ്പിമോള് അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ ഇവിടെ വന്ന് ഓരോന്ന് പറയാൻ? മക്കളെ വളർത്തുന്നു. ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ആ കുഞ്ഞു റോഡിൽ കൂടെ പോയപ്പോ വല്ല വണ്ടി മുട്ടി ചത്തു പോയിരുന്നെങ്കിലോ? ഭാമേ, എന്തിനാവാ ഇത്? അറമറ്റ രീതിയിലൊന്നും പറയല്ലേ. ഓ, ഇവളെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റൂ. എങ്കിലേ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കും. സത്യമേ, പപ്പിമോൾ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ മോളെ അങ്ങനെ വിടുവോ? പോത്തുപോലെ ഉറങ്ങിക്കിടന്നാലേ ഇതല്ല, ഇതിന്റെ അപ്പുറവും സംഭവിക്കും. മക്കളടുത്തുണ്ടെങ്കിലേ പെറ്റമ്മയ്ക്ക് പാതി ഉറക്കമേ ഉണ്ടാകാവൂ. ബാക്കി പാതി മക്കളുടെ സുഖമായ ഉറക്കത്തിന് വേണ്ടി നീക്കി വെക്കും. അതാ പെറ്റ തള്ളയുടെ ധർമ്മം. അല്ലാതെ മക്കളെ പ്രസവിച്ചിട്ട് കാണുന്നവരെ അച്ഛനാക്കാൻ നടക്കുന്നവർക്ക് യഥാർത്ഥ തള്ളയുടെ ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല. ഭാമേ, നീ ചുമ്മാ കടൽ സംസാരിക്കുക. ചേച്ചമ്മേ, ചേച്ചമ്മേ, മോളെ, എന്റെ പൊന്നു മോളെ, നീ എന്ത് പണിയായി കാണിച്ച? രാത്രിയിലൊക്കെ ഒറ്റയ്ക്കിറങ്ങി നടക്കാന്ന് വെച്ചാ? എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പേടിയമ്മേ. ഞാൻ അങ്ങോട്ട് പോരില്ല. എനിക്ക് അവിടെ ഇഷ്ടമല്ല. മോളെ, ഞാൻ ചേച്ചിയമ്മയുടെ ഒപ്പം പൊയ്ക്കോളാം. ഇവക്ക് നല്ല ചൂടുണ്ട്. അത് പേടിച്ചിട്ടുള്ള പനിയായിരിക്കും മോളെ. അതൊക്കെ മാറിക്കോളും. ഇന്നലെ രാത്രി ഒരുപാട് അലഞ്ഞല്ലേ. എന്തിനാ മോളെ ഞങ്ങളിങ്ങനെ പേടിപ്പിച്ചേ? ചേച്ചിയമ്മയും അമ്മയൊക്കെ എന്തൊരു സങ്കടപ്പെട്ടെന്നറിയൂ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ. ഞാൻ ആ വീട്ടിലേക്ക് പോയില്ല ചേച്ചമ്മേ. എനിക്ക് അച്ഛനെ പേടിയാ. വേണ്ട, എന്റെ മോള് പോണ്ട. മോള് ചേച്ചിയമ്മയുടെ കൂടെ നിന്നാ മതി. അവിടെ ആവുമ്പോ സത്യം കൂടി ഉണ്ടല്ലോ.